വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആകാൻ പോവാണേ. അപ്പം ഞാൻ ഓർത്തു അപ്പം മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇന്ന് കല്യാണ വീഡിയോയുടെ കൂടെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറേ നാളും കൊണ്ട് ഓർക്കുന്നതാണ് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യണം. പക്ഷെ നമ്മൾ പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡി ആകുമ്പോൾ വീഡിയോയും കൂടി എടുക്കാൻ നിന്നാൽ ലേറ്റ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകും. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഇന്ന് ഇച്ചിരി നേരത്തെ തുടങ്ങിയിട്ട് നമ്മുടെ മേക്കപ്പിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ തന്നെയാണ് വീഡിയോയും കൂടി എടുക്കേണ്ടത്. അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നമുക്ക് മേക്കപ്പ് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒലയുടെ ലോഷനാണ്, ഫേസ് ലോഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം നമ്മുടെ ഫേസ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഫേസ് ലോഷൻ ആദ്യം അപ്ലൈ ചെയ്യുന്ന നല്ലതാണ്. അപ്പം നമുക്ക് ഈ ഒലയുടെ ലോഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ലോഷൻ തന്നെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മേക്കപ്പ് ഐറ്റംസും നമ്മളിങ്ങനെ മുകളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴോട്ട് തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഒലയുടെ ലോഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്, US ബ്രാൻഡാണ്. നല്ലതാണ് കേട്ടോ, നല്ല മോയ്സ്ചറൈസ് ലോഷനാണ്. നല്ലതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ലോഷനാണ്. അപ്പോൾ അത് ഞാൻ ഫേസിലങ്ങ് അപ്ലൈ ചെയ്തേ. പിന്നെ അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അധികം ചൂടില്ല, പക്ഷേ എന്നാലും നമ്മൾക്ക് ഈ ലൈറ്റിൻ്റെ ചൂട് പോലും നമ്മുടെ ഫേസിന് അടിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് ടാൻ വരാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. എൻ്റെ ഫേസിലാണ് അവിടെയൊക്കെ ടാൻ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് വെട്ടം പോലും അവോയ്ഡ് ചെയ്യാനായിട്ട്, സൺലൈറ്റ് തന്നെയല്ല ലൈറ്റിൻ്റെ വെട്ടം പോലും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. F40യുടെ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഫൗണ്ടേഷൻ ക്രീം പോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ലോഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഒരു ഐലൈനറൊക്കെ എഴുതി പോയാൽ മതി. കാരണം ഇതൊരു ലൈറ്റ് സൺസ്ക്രീനാണ്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണേ. പിന്നെ പ്രൈമറിന് പകരം നമുക്ക് വേണമെങ്കിൽ ലോഷൻ നമുക്ക് പ്രൈമർ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈമറായിട്ട് അടിക്കാം. ഇപ്പം ഞാൻ കല്യാണത്തിന് പോകുന്നതായതുകൊണ്ട് ഞാൻ പ്രൈമർ തന്നെ അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഫേസ് സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് സിറം അപ്ലൈ ചെയ്തു. അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ക്രീമാണേ. അത് ഓരോരുത്തരും നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ക്രീം. എൻ്റെ സ്കിൻ ഇപ്പോൾ ലൈറ്റ് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഫൗണ്ടേഷൻ ക്രീം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്തേ. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ക്രീം എല്ലാം ലോഷനും എല്ലാം ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കേട്ടോ. അത് നമ്മുടെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്താൽ 2 കളറായിട്ടിരിക്കും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത എല്ലാ മേക്കപ്പ് ഐറ്റംസും എൻ്റെ നെക്കിലും ഞാൻ നല്ലതായിട്ട് അപ്ലൈ ചെയ്തേ. നമുക്ക് ചെവിയിലും കൂടി ഇച്ചിരി ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടും ഒരേ കളറിലിരുന്നോളും. അപ്പോൾ കല്യാണത്തിന് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ അടിക്കുന്നത്, എല്ലൊന്നും അടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അപ്പം നമ്മുടെ മേക്കപ്പ് ഹാഫ് വേയിലെത്തി. അടുത്തതായിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ എൻ്റെ ഡാർക്ക് കളറിൻ്റെ വൈറ്റ് കളറിൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി ഡാർക്ക് കളറിൻ്റെ അടിക്കുന്നത്. കാരണം എന്നാലും നമ്മുടെ ഈ ടാനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കൺസീലറും അപ്ലൈ ചെയ്തു. പിന്നെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ടിങ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കട്ടിങ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നോസ് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ കട്ടിങ് പരിപാടിയൊന്നും ചെയ്യുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ കോമ്പാക്ട് പൗഡറൊക്കെ തീർന്ന പുതിയ കോമ്പാക്ട് പൗഡറാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകണം.
കോമ്പാക്റ്റിൻ്റെ ഓപ്പണിംഗ് സെറമണിയും കൂടിയാണ്. അപ്പം നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാവേ. നമ്മളിവിടെയൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ണിനകത്ത് വീഴാതെ കണ്ണിൻ്റെ അറൗണ്ട് ഏറിയായും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പം ഞാനോർത്ത് മേക്കപ്പ് അടിച്ചൊന്നും ഞാൻ കാണിച്ചില്ല, ഒന്ന് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ നെക്കിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി നമുക്ക് ഐലൈനർ, ലിപ്സ്റ്റിക് എല്ലാം പെൻഡിങ് ഉണ്ട്, അതൊക്കെ ചെയ്യാവേ. പിന്നെ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം. ഐ മേക്കപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ബ്ലഷ് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കൊരു പിങ്ക് ബ്ലഷ് അടിച്ചു കൊടുക്കാം. കാരണം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത്, ഒരു സാരിയാണ് വെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പിങ്ക് ബ്ലഷ് അങ്ങ് അടിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ബ്ലഷും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി മസ്കാര ഓക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഒരു മസ്കാര പാലറ്റ് ഉണ്ട്, നമുക്കതിൽ നിന്നങ്ങ് ഈ മസ്കാര അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നല്ല കളേഴ്സും ഉണ്ട്, അപ്പം നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കാം. കാരണം ഇത്രയും കളേഴ്സ് ഇല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം മിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മസ്കാര അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ മസ്കാര അപ്ലൈ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐഷാഡോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഐഷാഡോയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, മസ്കാര കഴിഞ്ഞു, ഐഷാഡോ കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ലാക്മിയുടെ ഐലൈനറാണ് എടുക്കുന്നത്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഐലൈനർ. ഇത് വിട്ടൊരു കളിയില്ല. അപ്പോൾ നമ്മൾ ലാക്മിയുടെ ഈ ലിക്വിഡ് വാട്ടർ പ്രൂഫ് ഐലൈനറാണിത്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ ഐലൈനർ അപ്ലൈ ചെയ്തേ. പിന്നെ ഞാൻ ബ്ലാക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ചിലർക്കൊന്നും ബ്ലാക്ക് ഇഷ്ടമല്ല, അവർക്ക് പർപ്പിളോ അല്ലെങ്കിൽ പീച്ച് കളറോ ഇങ്ങനെ ഒരു എണ്ണം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ വേണേൽ കൊടുക്കാം. പിന്നെ എൻ്റെ ലൈറ്റ് പർപ്പിളിൻ്റെ ഉണ്ട്, വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിനോടാണ് താല്പര്യം, അതുകൊണ്ട് ഞാനത് എഴുതി. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാവേ. ഞാൻ കുറച്ച് നേരത്തെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്തതായിരുന്നേ. നമുക്ക് ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഐബ്രോസും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ്, ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് ബാലൻസ് ഉള്ളത്? നമ്മുടെ ലിപ്സ്റ്റിക്കാണ് ബാലൻസ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യം ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിൽ ചാപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ലിപ്പ്. അങ്ങനെ ലിപ്പിലായി ഡ്രൈ ആകാതിരിക്കാൻ ഇങ്ങനെ ഒരു ചാപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതാണ്. ഞാൻ സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊരു ചെറി ഫ്ലേവറിൻ്റെ ചാപ്സ്റ്റിക്കാണ്. എൻ്റെ 3-4 ഫ്ലേവറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ചെറി ഫ്ലേവറിൻ്റെയാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അടുത്തതായിട്ട് നമുക്ക് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് കളറിലെ ലിപ്സ്റ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ സെയിം കളറിലുള്ള ലിപ്പ് ലൈനർ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനേ. അപ്പോൾ ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പിങ്ക് ഷെയ്ഡിലെ ലിപ്പ് ലൈനറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഞാനിവിടെ ലിപ് ലൈനർ അപ്ലൈ ചെയ്തു, കാണാമല്ലോ. നമ്മൾ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ചെറിയ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ലിപ് ലൈനറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതിയേ. അപ്പോൾ തന്നെ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കല്യാണത്തിന് പോകുന്നുണ്ട്, നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മേരിക്കയുടെ ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു അടിപൊളി ബ്രാൻഡാണ്, ഇത് US ബ്രാൻഡാണ്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പം നമുക്കിതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയൊന്ന് വെക്കണം കേട്ടോ, അപ്പോൾ അത് നല്ലതായിട്ട് മിക്സ് ആയിക്കോളും. അങ്ങനെയുണ്ട്, നല്ല കളറല്ലേ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇത്രയും മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. അതും കല്യാണത്തിന് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കട്ടിങ് പരിപാടി അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടാണ് അത് ഞാൻ അവോയ്ഡ് ചെയ്തത്. പിന്നെ നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ നമുക്കിനി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ, അപ്പോൾ നല്ലതായിട്ടിരുന്നോളും. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ രാവിലെ ആണെങ്കിൽ ഞങ്ങൾക്കിവിടെ കല്യാണം ഈവനിങ്ങിലാണ് കേട്ടോ. ഇവിടെ US മിക്കവാറും മിക്കവാറും നല്ല എല്ലാ കല്യാണവും ഈവനിങ്ങിലാണ്. നമുക്ക് നൈറ്റ് ഡിന്നർ പരിപാടികളെല്ലാം ആയിട്ടാണ്. കല്യാണം 5 o'clock അന്നേരം ഇപ്പോൾ ഇവിടെ 1:30 1:45 ഒക്കെ ആയുള്ളൂ. അപ്പം ഞാൻ ഈ മേക്കപ്പ് വീഡിയോ ചെയ്യേണ്ടതുകൊണ്ടാണ് നേരത്തെ ചെയ്തത്. അപ്പം ഞാൻ രാവിലെ ആണെങ്കിൽ ഞാൻ ഈ നമ്മുടെ കോക്കോ ബട്ടറിൻ്റെ ചോക്ലേറ്റ് ഫേസ് മാസ്ക് രാവിലെ അപ്ലൈ ചെയ്തായിരുന്നു. അത് നമ്മളങ്ങനെ പാർട്ടിക്കൊക്കെ പോകുമ്പം തലേദിവസമോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന നല്ല നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഈ ചോക്ലേറ്റ് കോക്കോ ബട്ടറിൻ്റെ ഫേസ് മാസ്ക് നല്ലതായിട്ടൊരു അടിപൊളി ഫേസ് മാസ്ക് ആണേ. അപ്പം ഞാനത് ഇട്ടായിരുന്നു രാവിലെ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. ഞാനൊരു സെറ്റിംഗ് സ്പ്രേ ചെയ്യാൻ പോവാണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. അപ്പം നമുക്ക് സാരി ഉടുക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കുന്നത്. ഇത് മേരിക്കയുടെ ആണ്. ഇതെല്ലാം നല്ല അടിപൊളി ബ്രാൻഡുകളാണ്, US ബ്രാൻഡാണ്. അപ്പം നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ അങ്ങ് അടിച്ച് നമ്മുടെ ഫേസ് അങ്ങ് സെറ്റാക്കി വെക്കാം. അതോടെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തു. എന്നിട്ട് നമ്മുടെ മേക്കപ്പ് എല്ലാവരോടെ കഴിഞ്ഞു. ഇനി നമുക്ക് സാരി ഉടുക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവേ. അതിന് മുമ്പായിട്ട് ഞാൻ ഈ കൈയെല്ലാം കഴുകുവേ. കാരണം കുറച്ചൊക്കെ ഞാൻ അങ്ങനെ കൈകൊണ്ടും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ മേക്കപ്പിൻ്റെ ആ ബ്ലെൻഡിങ് സംഭവം കൊണ്ടും ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് കയ്യെ പറ്റിയതെല്ലാം ഞാൻ കഴുകട്ടെ. എനിക്കിതൊന്നും സാരിയൊന്നും പറ്റുന്നൊന്നും ഇഷ്ടമല്ല. അപ്പം നമുക്ക് കൈ കഴുകിയിട്ട് സാരി ഉടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ സാരിയാണ് വെയർ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണ്, ഈ മടക്കി വെച്ചിരുന്ന ഈ പാടൊക്കെ പോകാനായിട്ട്. ഞാൻ ഒത്തിരി സാരി ഹാങ് ചെയ്തിടും, പിന്നെ കുറേ സാരി ഇങ്ങനെ മടക്കി വെക്കും. അപ്പോൾ ഇത് മടക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മടക്കുപാടൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ജിമുക്കിയിട്ട്, പിന്നെ ഞാനിവിടെ 2 നമ്മുടെ മോതിരം ഇട്ടു, 2 ഇവിടെ ഇട്ടു. പിന്നെ ഞാനിതിന് ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ അല്ലേ, അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗോൾഡിൻ്റെ വളയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 വലിയ കാപ്പങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനൊരു ലൈറ്റ് പിങ്കിൻ്റെ ഒരു ജിമുക്ക ഉണ്ടായിരുന്നു, അതിട്ടു. പിന്നെ ഞാനൊരു പൊട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഇനി എനിക്കൊരു നെക്ലേസ് ഇടണേ. അതെനിക്ക് തന്നെ ഇട്ടാൽ ശരിയാകത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അത് ഇട്ട് തരണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ ഓൾ സെറ്റായി. നമുക്കിപ്പം കല്യാണത്തിനായിട്ട് പോകാം. ഞാൻ മാലയൊക്കെ ഇട്ടു. ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം ഞാൻ മാലയൊക്കെ വെച്ചു. മുടിയൊക്കെ ലേറി അടിപൊളിയായിട്ടുണ്ട്.
അപ്പം നമുക്ക് നേരെ ചർച്ചിലേക്ക് പോവാം. ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ട്രാഫിക് ഉണ്ട്. അപ്പം ഞങ്ങളൊരു എക്സിറ്റ് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. 30 മിനിറ്റ്സ് ഉണ്ട് വീട്ടിൽ നിന്ന് ചർച്ചിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഡൗൺ ടൗണിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൻ്റെ സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചർച്ചിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ചർച്ച്. Will send the Spirit to descend upon these rings and bless them and hallow them, and through the church, that Christ himself, through the weak servants as priests, as we place. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു, ചർച്ചിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ പാർട്ടി, ബാക്കി പരിപാടികളെല്ലാം. ഹോട്ടൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക്കും ഉണ്ട്. ഇവിടെ ഡൗൺ ടൗൺ ആയതുകൊണ്ട് എപ്പോഴും ബിസിയാണ്.
began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞു. അവിടെ ഡാൻസിങ് ഒക്കെ സ്റ്റിൽ കണ്ടിന്യൂയിങ്. പക്ഷെ ഞങ്ങൾ പോന്നു. ഇപ്പം തന്നെ 11:30 ആയി. അതുകൊണ്ട് ഞങ്ങൾ പോന്നു. നമ്മുടെ ഡൗൺ ടൗൺ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന നല്ല അടിപൊളി വെഡിങ് ആയിരുന്നു. ഇപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് 12 o'clock ആയി. സ്റ്റിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക ഡാൻസൊക്കെ. പക്ഷെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ടയേർഡായി. ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.